ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീകാന്തിൻ്റെ കയ്യിലേക്ക് നിർബന്ധിച്ച് ചെക്കും വെച്ച് കൊടുത്തിട്ട് മഹിമ പോവുകയാണ്. ഇനി ഹോട്ടലിൻ്റെ പേരും പറഞ്ഞ് വർഷ പ്രസവിക്കാതിരിക്കരുതെന്നും അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് വർഷ പ്രസവിക്കണം, ഞങ്ങൾക്ക് മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ ആവണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയിട്ടോ. അപ്പോൾ ആൻറ്റി എനിക്ക് വേണ്ട, ആൻറ്റി എനിക്ക് ചെക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് കുറേ നിർബന്ധിച്ചു. പക്ഷേ പുള്ളിക്കാർ ഇതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ അങ്ങ് പോയി. ആ സമയത്ത് ശ്രീകാന്ത് നേരെ വീട്ടിലേക്ക് വരും. അപ്പോൾ വർഷയുടെ മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വർഷേ എന്ന് പറഞ്ഞ് വിളിച്ചു. എന്നിട്ട് ഈ ചെക്ക് കൊണ്ടുവന്ന് വർഷയുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തു നമ്മുടെ ശ്രീകാന്ത്. ഇതെന്താന്ന് ചോദിച്ചു. നോക്കാൻ പറഞ്ഞു. വർഷ എടുത്ത് നോക്കിയപ്പോൾ ഒരു ചെക്ക്. ഇതെന്താ, നിന്റെ അമ്മ തന്നിട്ട് പോയതാന്ന് പറഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു കാര്യങ്ങളും നിന്റെ വീട്ടിലേക്ക് വിളിച്ച് പറയരുതെന്ന്? എന്നിട്ട് നീ അത് വീണ്ടും ആവർത്തിച്ചു. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ എന്ന് ശ്രീകാന്ത് വർഷയോട് ചോദിക്കാം. ഞാനിപ്പോൾ എന്താ എൻ്റെ വീട്ടിൽ പറഞ്ഞ്? ശ്രീകാന്ത് എന്തിനാ ചുമ്മാ എന്നോട് ദേഷ്യപ്പെടുന്നേ? എന്താ പ്രശ്നമെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു വർഷ. നിന്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചേരാൻ ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. നിന്റെ അമ്മ എന്താ എന്നെക്കുറിച്ച് കരുതി വെച്ചിരിക്കുന്നത്? റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കോന്നും പറഞ്ഞ് അവരെനിക്ക് ബ്ലാങ്ക് ചെക്ക് കൊണ്ടു തന്നിരിക്കുന്നു. എന്തിനാ ബ്ലാങ്ക് ചെക്ക് കൊണ്ടു തന്നത് എന്ന് ചോദിക്കുമ്പം ഒരു കുഞ്ഞു വേണ്ടേ, എന്താ നോക്കാത്തതെന്ന് അമ്മ ചോദിച്ചപ്പോഴേ അതിനെക്കുറിച്ചൊന്നും ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നില്ല. ശ്രീകാന്ത് സ്വന്തമായിട്ട് റെസ്റ്റോറൻ്റൊക്കെ തുടങ്ങി ഞങ്ങൾ ആദ്യം ഒന്ന് സെറ്റിൽ ആവട്ടെ എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അതുകൊണ്ടായിരിക്കും റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ട് അമ്മ ഈ ചെക്ക് കൊണ്ടുവന്ന് തന്നതെന്ന് വർഷ പറയുക. റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ അമ്മ ഹെൽപ്പ് ചെയ്തതല്ലേ, നീ എന്തിനാ ഇതൊക്കെ വലിയ വിഷയമാക്കുന്നത് ശ്രീകാന്ത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ ഹെൽപ്പ് ചോദിച്ചോ? റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് എൻ്റെ സ്വന്തം കാശ് കൊണ്ട് തന്നെയായിരിക്കും. എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പോലും ഞാൻ കാശ് വാങ്ങിക്കില്ല. പിന്നെയല്ലേ നിൻ്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് പറഞ്ഞപ്പം വാങ്ങിച്ചാൽ എന്ത് കുഴപ്പം? നിൻ്റെ സുധിയേട്ടന് ഷോറൂം തുടങ്ങിയത് എങ്ങനെയാണ്? ശ്രുതി ചേച്ചിയുടെ അച്ഛനോട് കാശ് വാങ്ങിച്ചിട്ടല്ലേ ചോദിക്കുമ്പം നാളെക്കെട്ട സുധിയേട്ടൻ വാങ്ങുമായിരിക്കും. ഞാനത് വാങ്ങിക്കത്തില്ല എന്ന് ശ്രീകാന്ത് അന്നേരം വർഷയോട് പറയും. സുധിയേട്ടനെ പോലെ അല്ല ഞാൻ എൻ്റെ സ്വന്തം കാശ് കൊണ്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങത്തുള്ളൂ എന്ന് പറയുമ്പം അങ്ങനെയാണെങ്കിൽ പെട്ടെന്നൊന്നും നടക്കില്ല എന്ന് പറയും. അപ്പം നടക്കുമ്പോൾ നടന്നാൽ മതി, എന്തായാലും നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാശ് എനിക്ക് വേണ്ട എന്ന് ശ്രീകാന്ത് വർഷയോട് തീർത്ത് പറഞ്ഞു. മേലിൽ നീ ഇത് ആവർത്തിച്ചേക്കരുത്, നിൻ്റെ അമ്മയോട് ഇത് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പം നിനക്കെന്താ നാവില്ലേ, നീ പോയി പറ. ഞാൻ പറയില്ല, എനിക്ക് വേറെ ജോലി ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. പക്ഷേ റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്ന് മാത്രമേ ഞാൻ അമ്മയോട് പറഞ്ഞുള്ളൂ, അല്ലാണ്ട് നിനക്ക് കാശ് തരണമെന്നും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല എന്ന് പറയും. എനിക്ക് ആവശ്യം വന്നപ്പോൾ ഞാൻ ചോദിക്കാറില്ല, പിന്നെ അല്ല നിനക്ക് വേണ്ടി ചോദിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വർഷ ഇങ്ങനെ ശ്രീകാന്തിനോട് ദേഷ്യപ്പെട്ടു. ശ്രീകാന്ത് നേരം കലി കയറി അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴത്തേക്കും ചെന്നിട്ട് ഇതെടുത്ത് തിരിച്ച് കയ്യിലേക്ക് വെച്ച് കൊടുത്തു. അമ്മ നിനക്കൊരു ഹെൽപ്പ് ചെയ്തതാ, നിനക്ക് വേണമെങ്കിൽ ഈ കാശ് സ്വീകരിക്കാം, വേണമെങ്കിൽ ഈ ചെക്ക് ലീഫ് അവരുടെ കയ്യിൽ തന്നെ കൊണ്ട് തിരിച്ചു കൊടുത്തേക്കാം, അല്ലെങ്കിൽ കൊണ്ട് കീറിക്കളയാനായിട്ടും വർഷ ശ്രീകാന്തിനോട് പറഞ്ഞു. പറയേണ്ട സമയത്ത് പറയേണ്ടവരോട് പറയണം, അല്ലാതെ വന്ന് എൻ്റെ മെക്കിട്ട് കയറുകയല്ലേ വേണ്ടതെന്ന് വർഷ ശ്രീകാന്തിനോട് പറഞ്ഞു. മേലിൽ ഇത് ആവർത്തിച്ചേക്കരുതെന്നും പറഞ്ഞുകൊണ്ട് വർഷ അവിടെ നിന്ന് പോയി. ശ്രീകാന്ത് ഇങ്ങനെ ദേഷ്യം കയറി അവിടെ ഇരിക്കാം. എന്തായാലും ആ വഴക്കും മക്കാണോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ മോനെയാട്ടോ. അപ്പോൾ നമ്മുടെ ആദിക്കുട്ടൻ അവിടെ വിഷമിച്ചിരിക്കുന്നു. മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു. നീ എന്ത് ഇവിടെ വന്നിരിക്കുന്നത്? അകത്തേക്ക് വരാൻ പറഞ്ഞു അമ്മ വന്ന്. അപ്പോൾ വീടമ്മമ്മേ എന്നും പറഞ്ഞു കൊച്ചം. നീ ഫ്രണ്ട്സിനെ നോക്കി നിൽക്കുകയാണോ? അവർ വന്നോളുമല്ലോ. അപ്പം ഞാൻ എൻ്റെ അമ്മയെ നോക്കി നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചന്നേരം പറഞ്ഞു. അമ്മ എന്ത് ഇത്രയും നേരമായിട്ട് വരാത്തേന്ന് ചോദിച്ചു. എന്നെ പറ്റിച്ചതാണോ എന്നൊക്കെ കൊച്ചു ചോദിക്കും കേട്ടോ. അമ്മ വരില്ലേ അമ്മുമ്മേ? അപ്പോൾ അവർ വരും. എപ്പോൾ വരും? ദൂരേന്ന് വരേണ്ടതല്ലേ, അതായിരിക്കും അവൾ വൈകുന്നത്. അമ്മമ്മ ചുമ്മാ കള്ളം പറയും എന്നോട്, എനിക്കറിയാം. അമ്മ വന്നില്ലെങ്കിൽ ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ പോലും കൂട്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കൊച്ചകത്തേക്ക് കയറിപ്പോയി. വഴിക്കണ്ണ് നേട്ട് അമ്മ ഇങ്ങനെ നിൽക്കുന്നു. തൊട്ടടുത്ത നിമിഷത്തെ നമ്മുടെ ശ്രുതി വരുന്നു. അപ്പോൾ ശ്രുതി ഓട്ടോയിൽ വന്നിറങ്ങുന്നത് ആദ്യക്കുട്ടൻ കണ്ടു. കയറിപ്പോയപ്പോൾ തിരിഞ്ഞു നോക്കി. അമ്മ വന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇത് ഓടി ഇറങ്ങി ചെല്ലുക. അപ്പോഴേക്കും എടാ നീ ഓടലേ, അവൾ വീഴും, അവൾ ഇങ്ങോട്ട് തന്നെ വരുന്നേ എന്നും പറഞ്ഞുകൊണ്ട് അമ്മമ്മ. അപ്പം അമ്മയെന്നും പറഞ്ഞ് അമ്മയെ ചെന്ന് കെട്ടിപ്പിടിച്ച് ശ്രുതിയോട് ഭയങ്കര സ്നേഹം കുഞ്ഞിന്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി കൊച്ചിനെയും കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മയൊക്കെ കൊടുത്തു. അപ്പം ഇവൻ പറയായിരുന്നു നീ വരില്ല എന്ന്. എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വരാതിരിക്കുമോ എന്ന് നമ്മുടെ ശ്രുതി ചോദിക്കും കേട്ടോ. അപ്പോൾ ആദ്യമൊന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി ചെല്ലുന്നേ. അമ്മേ ഫംഗ്ഷനിൻ്റെ ഫ്രണ്ട്സൊക്കെ വരും, അവരോടൊക്കെ ഇതാണ് എൻ്റെ അമ്മ, കണ്ടോളൂ എന്ന് ഞാൻ പറയും എന്നിങ്ങനെ ആദ്യം പറയുമ്പോഴത്തേക്കും ശ്രുതിക്ക് പേടി. ശ്രുതി ഇങ്ങനെ പേടിച്ച് വിറച്ച് ഇങ്ങനെ അമ്മയെ നോക്കുക. അച്ഛൻ എന്നെ അമ്മയില്ലാത്ത കുട്ടിയാണെന്നും പറഞ്ഞ് എപ്പോഴും വിഷമിപ്പിക്കും. ഞാൻ അമ്മയില്ലാത്ത കുട്ടിയല്ല, എനിക്ക് അമ്മയുണ്ടെന്ന് ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുമ്പം ആദ്യം മോനെ ഞാൻ നിൻ്റെ അമ്മയാണെന്ന് അവരോട് പറയരുതെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ പറഞ്ഞാലെന്ന് ചോദിച്ചു കേട്ടോ. അന്നേരം ശ്രുതി പറയാനുള്ള ടൈം ഇതൊന്നും അല്ല എന്ന് പറഞ്ഞു. ഒരു 1 hour കഴിഞ്ഞിട്ട് പറയട്ടെ എന്ന് ചോദിച്ചു. അതല്ലട മോനെ, അത് ഞാനാണ് നിൻ്റെ അമ്മയെന്ന് അമ്മ തന്നെ ഒരു ദിവസം എല്ലാവരോടും പറയാം. അതുവരെ മോൻ ആരോടും ഇത് പറയരുത് കേട്ടോ എന്ന് ശ്രുതി ഇങ്ങനെ പറയുക കേട്ടോ. ഇത് കേട്ട് അമ്മ അന്തം വിട്ട് നിൽക്കുക. നീ പറഞ്ഞാൽ അമ്മയ്ക്കത് പ്രശ്നമാവുമെന്ന് പറയുമ്പം ശരി അമ്മ ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചിനെ കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മയൊക്കെ കൊടുത്തു. അമ്മയൊന്നും പറയില്ല എന്ന് പറഞ്ഞപ്പം
മോൻ അകത്ത് പോയിരുന്ന് കളിച്ചോളാൻ പറഞ്ഞു. അതിനെ അകത്തേക്കും പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞപ്പോൾ അമ്മ ശ്രുതിയോട്, മോളെ അവൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ എന്ന് ചോദിക്കുക. നീയാണ് അവൻ്റെ അമ്മയെന്ന് അറിഞ്ഞതിൽ പിന്നെ നിന്നെക്കുറിച്ച് പറയാനേ അവന് നേരെ ഉള്ളൂ എന്ന് അമ്മ പറയുക ശ്രുതിയോട്. ഞാൻ പഠിച്ചു വലിയ ആളായി, എൻ്റെ അമ്മയ്ക്ക് അത് വാങ്ങിക്കൊടുക്കും ഇത് വാങ്ങിക്കൊടുക്കും എന്നൊക്കെ അവൻ എപ്പോഴും പറയുമെന്നും പിന്നെ അവൻ വളരുകയാ. എത്ര നാൾ നിനക്കിത് ഇത് മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് മറച്ചു പിടിക്കാനായിട്ട് പറ്റും? എത്ര നാൾ നിനക്ക് അവനെ പറ്റിക്കാൻ പറ്റും? എത്രയും പെട്ടെന്ന് ശ്രുതിയോടും വീട്ടുകാരോടും സത്യം പറയുന്നതിനല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പം, ഞാൻ വരുമ്പോഴേക്ക് എന്തിനാ എപ്പോഴും അമ്മ ഇത് പറഞ്ഞ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നേ? അതൊക്കെ എപ്പോൾ പറയണമെന്ന് എനിക്കറിയാം. അതിനെക്കുറിച്ചൊന്നും അമ്മ ഇപ്പോൾ ഒന്നും ആലോചിക്കേണ്ടെന്ന് പറഞ്ഞു ശ്രുതി. അപ്പോൾ എപ്പോൾ പറയാനാ നീ ആലോചിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അമ്മേ ഞാനിപ്പോൾ ഇവിടെ നിൽക്കണോ അതോ പോകണോ എന്ന് ചോദിച്ചു. ഞാനൊന്നും പറയുന്നില്ല, നീ നിന്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ അമ്മ അന്നേരം മോളോട് പറഞ്ഞു. എന്നാലേ കള്ളം കൂടുതൽ നാൾ മറച്ചു വയ്ക്കാൻ പറ്റില്ല എന്ന് നീ ഓർത്തോളാനും അമ്മ മോൾക്കൊരു താക്കീത് കൊടുത്തു. അത് മനസ്സിലാക്കി വെച്ചാൽ വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് അമ്മ അകത്തേക്ക് കയറിപ്പോയി. ശ്രുതി വിഷമിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക. ഇതേ സമയത്ത് ആദിക്കുട്ടൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ രേവതിയും സച്ചിയും കൂടെ സർപ്രൈസായിട്ട് അങ്ങോട്ടേക്ക് പോകുക കേട്ടോ. അല്ല ആദ്യം ഇനിയിപ്പോൾ സ്കൂളിൽ പോയി കാണുമോ സച്ചിയേട്ടാ? ആദ്യം ഇവിടെ കാണുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പം, ഇന്ന് സ്കൂൾ അവധിയല്ലേ രേവതി, നീ ഏത് ലോകത്താണ് രേവതി എന്നൊക്കെ സച്ചി അന്നേരം രേവതിയോട് ചോദിക്കണം. അത് ശരി, അത് ഞാൻ ഓർത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഭയങ്കര സന്തോഷമായിട്ട് അങ്ങോട്ട് പോകുക കേട്ടോ. ഈ സമയത്ത് പിറന്നാളിനുള്ളതെല്ലാം അവിടെ ഒരുക്കി നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയ റൂമൊക്കെ. അപ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ ആദിക്കുട്ടൻ വന്നു. ആഹാ ഇത് ആരാ ഇതിങ്ങ് വാ എന്നും പറഞ്ഞ് അമ്മ മോനെ വിളിച്ചു. അമ്മയെന്നും പറഞ്ഞ് കൊച്ചു വന്നു. എങ്ങനെയുണ്ട് അമ്മയെ, കൊള്ളാമോ എന്ന് ചോദിച്ചപ്പോൾ പിന്നല്ലാണ്ട് സൂപ്പറായിട്ടുണ്ടെന്ന് അമ്മ. ഇപ്പം മോനെ കാണാനേ ഒരു സിനിമാ നടനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മയുടെ അല്ലേ മോൻ എന്ന് ആദിക്കുട്ടൻ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക. അന്നേരം അമ്മ അങ്ങോട്ടേക്ക് വന്നു. അമ്മ കേക്ക് കൊണ്ടുവന്നു ചോദിച്ചു. കൊണ്ടുവന്നു പറഞ്ഞു. അങ്ങനെ കേക്കും കൊണ്ടുവന്നു. അമ്മയെ ചോക്ലേറ്റ് അല്ലേ എന്ന് ചോദിച്ചു കൊച്ച്. അപ്പോൾ ചോക്ലേറ്റ് അല്ലേടാ കേക്കാണെന്ന് പറഞ്ഞു. അയ്യോ അതല്ല അമ്മമ്മേ, ചോക്ലേറ്റ് ഫ്ലേവർ ആണോ എന്നാണ് ചോദിച്ചത്. അതൊന്നും അമ്മമ്മയ്ക്ക് അറിയില്ലടാ, നിൻ്റെ അമ്മ വിളിച്ചു പറഞ്ഞു വരുത്തിച്ചതാണെന്ന് പറഞ്ഞു. അപ്പം നിനക്ക് ഇഷ്ടപ്പെട്ട വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തന്നെയാണെന്ന് പറയുമ്പോൾ, ആണോ? അപ്പോൾ അതേന്നും പറഞ്ഞതേ കൂട്ടുകാർ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ കൊച്ചിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അതേ അവരും ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയെ കണ്ടു. ആ ശ്രുതി, കല്യാണി നിനക്ക് സുഖമാണോ, നിന്നെ കണ്ടിട്ട് കുറേ ആയല്ലോ എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പം നീ ഇങ്ങോട്ട് വരാറേ ഇല്ലേന്ന് ചോദിച്ചു. അന്നേരം ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ വരാറുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആൻറ്റി മോനോട് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നിനക്ക് ഇവരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയിക്കൂടെ എന്നൊക്കെ ചേട്ടന്മാരിങ്ങനെ ചോദിക്കും കേട്ടോ. വന്ന് പിള്ളേരുടെ അച്ഛനും അമ്മയും എല്ലാവരും. അയ്യോ അതൊന്നും വേണ്ടെന്നേ, എൻ്റെ നാട് ഇതല്ലേ, എനിക്ക് ഈ നാട്ടിൽ കിടന്നാലേ ഉറക്കം വരുള്ളൂ എന്ന് അമ്മ അന്നേരം ചാടിക്കയറി പറഞ്ഞു. അപ്പോൾ ഈ ഡ്രസ്സ് സൂപ്പറായിട്ടുണ്ട്, ആരാ നിനക്കിത് വാങ്ങിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അമ്മ വാങ്ങിച്ച് തന്നതാ എന്നത് നമ്മുടെ ആദിക്കുട്ടൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇവരങ്ങോട്ട് നോക്കുക. അതിന് നിനക്ക് അമ്മയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ കൊച്ച്. അന്നേരത്തേനും ഞാൻ ചുമ്മാ പറഞ്ഞതാ, ആൻറ്റിയെ വാങ്ങി തന്നെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇരിക്കേ എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് അവരെ വിളിച്ചിരുത്തി. അപ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് വരുന്നു. എല്ലാവരും കേക്ക് മുറിക്കാനായിട്ടുള്ള ധൃതിയിലാണ്. പിന്നെ അതേ അവിടെ ഭയങ്കര ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുക. അങ്ങനെ ശ്രുതി കേക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കത്തി കാണുന്നില്ലല്ലോ. അപ്പോൾ മോള് പോയി കത്തി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ശ്രുതി കത്തി എടുക്കാനായിട്ട് അകത്തേക്ക് കയറി പോയപ്പോഴത്തേക്കും വീട്ടുമുറ്റത്തേക്ക് ദേ വരുന്ന ഒരു കാറ്. ആ കാറിൽ നിന്നും നമ്മുടെ രേവതിയും സച്ചിയും ഇറങ്ങുന്നു. അവർ രണ്ടുപേരും കൂടെ കയറി വരുന്നത് കണ്ടപ്പോഴത്തേക്കും നടുങ്ങിപ്പോയിട്ടോ അമ്മ. അപ്പോൾ ആദിക്കുട്ടന് ഭയങ്കര സന്തോഷം ഇവരെ കണ്ടപ്പോഴത്തേക്ക്. എടാ ആദിക്കുട്ടാന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു. എന്നുണ്ടോ വിശേഷം എന്നൊക്കെ ചോദിച്ചു. അവരെ കണ്ടപ്പോൾ ഈ ആദിക്കുട്ടൻ ഓടി വന്നു. അപ്പോൾ എന്നുണ്ടോ വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് രേവതി ഇങ്ങനെ ആദിക്കുട്ടനെ കെട്ടിപ്പിടിക്കുന്നു. സച്ചിയായിട്ട് ആദിക്കുട്ടൻ കളിക്കുന്നു. അപ്പോൾ ഇന്നെൻ്റെ ബർത്ത്ഡേയാ, അതിൻ്റെ ഫംഗ്ഷൻ നടക്കുക എന്നിവിടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സർപ്രൈസ് ആയി പോയില്ലേ രേവതിയും സച്ചി. ഇപ്പോഴാണ് വിവരം അറിയുന്നത്. ആഹാ കൊള്ളാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇത്. അപ്പോൾ അമ്മയും മോളും കൂടി അകത്ത് നിന്ന് ഇത് കാണുക. രേവതി നമ്മൾ വന്നത് നല്ല ദിവസമാണല്ലോ എന്ന് സച്ചി അന്നേരം പറഞ്ഞു കേട്ടോ. പെട്ടെന്നൊരു ടെൻഷൻ ശ്രുതിക്കും. നല്ല ദിവസമാണെന്ന് മാത്രമല്ല നല്ല സമയം കൂടിയാണെന്ന് രേവതി അന്നേരം സച്ചിയോട് പറയണം. ദേ ആദിക്കുട്ടാ പിറന്നാൾ ആശംസകൾ കേട്ടോ, ആദിക്കുട്ടാ ഹാപ്പി ബർത്ത്ഡേ എന്ന് രേവതിയും പറഞ്ഞു. കൈ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ രണ്ടുപേർക്കും താങ്ക്സ് എന്ന് നമ്മുടെ ആദിക്കുട്ടൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതി അമ്മ ഇത് പിടിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് കത്തി അമ്മയുടെ കൈ കൊടുത്തിട്ട് ജീവനും കൊണ്ട് കയറി ഓടി. അപ്പോൾ ശ്രുതിയുടെ കള്ളക്കളി ഇപ്പോൾ തലനാരിഴയ്ക്കാണ് പൊളിക്ക് അത് രക്ഷപ്പെട്ടത്. അപ്പോഴത്തേക്കും അമ്മ ഇറങ്ങി വന്നു കേട്ടോ. അയ്യോ ആരാ ഇത്, ആൻറ്റി വാ അകത്തേക്ക് വാ, എന്താ രണ്ടുപേരും പെട്ടെന്ന്. അപ്പം ഞങ്ങൾ ആദ്യം കാണാൻ വേണ്ടി വന്നതായിരുന്നു എന്ന് രേവതി അന്നേരം പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പുറകിൽ പോയി നിന്നിങ്ങനെ ഒളിച്ച് കാണും അവരെ. ഇന്ന് ഇവൻ്റെ പിറന്നാളാണല്ലേ എന്ന് ചോദിക്കുമ്പം അതെ
എന്നും പറഞ്ഞ് അമ്മ ഇങ്ങനെ ആകെ വെപ്രാളം കയറി നിൽക്കാം. നിങ്ങളെ വിളിക്കണമെന്ന് കരുതിയതാ, ജോലി തിരക്ക് കാണുമല്ലോ, എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് കരുതിയാ ഞാൻ വിളിക്കാതിരുന്നതെന്ന് അമ്മ പറയൂ കേട്ടോ. വിളിച്ചില്ലെങ്കിലും കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ എത്തിയില്ലേ ആൻറ്റി എന്ന് രേവതി പറഞ്ഞു. ഒരോട്ടം പോയപ്പോൾ രേവതിക്ക് ഒരു സാരി എടുക്കാനായിട്ട് ഒരു ടെക്സ്റ്റൈൽസിൽ കയറിയായിരുന്നു. അപ്പോൾ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്ന ഡ്രസ്സ് കണ്ടപ്പം എനിക്ക് ആദ്യം ഓർമ്മ വന്നു. ഞാൻ ആ ഡ്രസ്സിങ് വാങ്ങി. അപ്പോൾ അതിവന് കൊടുത്തിട്ട് ഇവനൊന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നതാണെന്ന് സച്ചി പറയൂ കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതിക്ക് ടെൻഷനാണ്. ആൻറ്റിയും കണ്ടിട്ട് കുറച്ച് ദിവസം ആയല്ലോ എന്ന് പറഞ്ഞു രേവതി. നിങ്ങൾ അകത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇവരെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അകത്ത് ചെന്നപ്പോഴത്തേക്കും ആ ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ താങ്ക്സ് ഒക്കെ പറഞ്ഞ് മേടിക്കുമോ നമ്മുടെ ആദിക്കുട്ടൻ. ഒരു കാര്യം കൂടി, ചോക്ലേറ്റ് എല്ലാവർക്കും കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ് രേവതി അതും ആദിക്കുട്ടൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ താങ്ക് യു ഒക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോൾ കേക്കൊക്കെ കട്ടിയാൽ റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ കേക്ക് കട്ടിയാം എന്ന് സച്ചി പറയുമ്പം ആദിക്കുട്ടൻ ഇങ്ങനെ ചുറ്റുപാട് നോക്കുവാണ് നമ്മുടെ ശ്രുതി അകത്ത് കയറി ഒളിച്ച് നിൽക്കുകയല്ലേ. അപ്പോൾ ഇത്തവണ അതും പൊളിച്ചു. സച്ചിയും രേവതിയും കൂടെ കയറി വന്നു. മകൻ്റെ കൂടെ കേക്ക് മുറിക്കാനുള്ള ശ്രുതിയുടെ ആഗ്രഹം തീരെ അങ്ങ് പൊളിഞ്ഞു. അതിൻ്റെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം നീ എന്താണ് കേക്ക് മുറിക്കാന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതെന്ന് സച്ചി ചോദിച്ചു കേട്ടോ. അവിടെയൊക്കെ എന്താണോ ഉള്ളത് എന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിക്കുക. അപ്പോഴും നമ്മുടെ ആദിക്കുട്ടൻ ഇങ്ങനെ അകത്തേക്ക് നോക്കുവാണ്. അപ്പോഴത്തേക്ക് അമ്മയ്ക്കും പേടിയായി, ശ്രുതിക്കും പേടിയായി. അയ്യോ, അപ്പോൾ നമ്മുടെ ആദിക്കുട്ടൻ ഇങ്ങനെ നോക്കുന്നത് കണ്ടപ്പം മോനെ ആ കേക്ക് കട്ടിയാന്ന് പറഞ്ഞു രേവതി. അപ്പോൾ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ ആദിക്കുട്ടൻ പറയുമ്പോഴത്തേക്കും ശ്രുതി പേടിച്ച് നടുങ്ങി വിറച്ച് ഇങ്ങനെ നിൽക്കുക. അമ്മയോ? അതൊന്നുമില്ല, നമുക്ക് കേക്ക് കട്ട് ചെയ്യാം, ഞാനിത് കൊണ്ട് വെച്ചിട്ട് വരാവേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മ അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ രേവതിക്കും സച്ചിക്കും ഒരു സംശയം, നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് ചോദിച്ചു. അങ്ങനെ അവരിതേ നല്ല സന്തോഷത്തോടെ അവർ സെൽഫി എടുക്കുക. ശ്രുതി അന്നേരം മുറിക്കകത്തോട്ട് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടപ്പാ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് ശ്രുതിക്ക് മനസ്സിലായി. അപ്പോൾ അമ്മ അങ്ങോട്ടേക്ക് കയറി വന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോളെ എന്ന് ചോദിച്ചു. ഞാൻ എന്നാ വേണമെന്ന് ചോദിച്ചു. ഞാൻ അങ്ങോട്ട് അവരുടെ മുന്നിലേക്ക് വരണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കാം. ആദ്യയുടെ അമ്മയാണ് ഞാൻ എന്ന് അവരോട് പറയണമെന്ന് ചോദിച്ചു ശ്രുതി. എല്ലാം വന്ന് ഞാൻ പറയണമെന്ന് ചോദിക്കാം. അതാണോ നിങ്ങളുടെ ആഗ്രഹമെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ ശ്രുതി, ഞാനിവിടെ വന്നിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ദേഷ്യപ്പെട്ട് മുറിയിലിരിക്കും കേട്ടോ. അതിനും ചാടിക്കടിക്കുന്നത് അമ്മയോട്. അങ്ങനെ അമ്മ അത് കേട്ട് സങ്കടപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. അന്നേരം ഓരോരുത്തരായിട്ട് വന്ന് സച്ചിയും രേവതിയും പരിചയപ്പെടും. നിങ്ങൾ മനസ്സിലായില്ലല്ലോ, നിങ്ങൾ വിമല ചേച്ചിയുടെ ആരാ എന്നൊക്കെ ചോദിച്ച. അപ്പോൾ മക്കളാണെന്ന് കരുതിയാൽ മതി എന്ന് സച്ചി അന്നേരം പറഞ്ഞു. ഇത് കേട്ടോണ്ടാണ് വിമലാൻറ്റി വന്ന് നിൽക്കുന്നത്. പറഞ്ഞു ശ്രുതി അകത്ത് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴേക്കും കത്തി എടുത്തുകൊണ്ട് ഇങ്ങനെ വന്നു. ആൻറ്റി നമുക്കിനി കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ചെയ്യാം, പിന്നെന്താ ചെയ്യാമല്ലോ പറഞ്ഞു വിമലാൻറ്റി പേടിച്ച് വരച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആൻറ്റി അതിവാ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം, എല്ലാവരും വാ എന്നും പറഞ്ഞു. അപ്പോൾ വിമലാൻറ്റി അത് പിന്നെ കല്യാണി എവിടെ എന്ന് ചോദിച്ചു കേട്ടോ. വന്നവർ കുറച്ച് മുമ്പ് വരെ കല്യാണിയെ കണ്ടതാണല്ലോ. എന്നും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഇവിടെ പേടിച്ച് വരച്ച് ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്ന കേട്ട് പേടിച്ച് വരച്ച് നമ്മുടെ ശ്രുതി അങ്ങനെ അകത്തിരിക്കുക. അവള് വന്നോളും, പെട്ടെന്നൊരു അത്യാവശ്യത്തിന് പുറത്തേക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ അമ്മ. അപ്പം മൊത്തത്തിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. രേവതി ഇങ്ങനെ നോക്കുവാണ് സച്ചിയും. പെടാ കട്ട് ചെയ്യടാന്ന് പറഞ്ഞു ആദിക്കുട്ടനോട്. അപ്പോൾ ആദിക്കുട്ടന് ഭയങ്കര സങ്കടം, ഇങ്ങനെ മൂടിയായിട്ട് ഇങ്ങനെ തല കുനിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് പേടിയായി. ആദ്യം ഇനി വല്ലതും വിളിച്ച് പറയുമോ എന്നുള്ളൊരു പേടി. എടാ പിറന്നാളായിട്ട് നിന്റെ മൂത്തൊരു സന്തോഷമില്ലല്ലോ, എന്ത് പറ്റിയടാ? നീ എന്താ കേക്ക് കട്ടിയാത്തതെന്ന് സച്ചി ചോദിച്ചു ആദ്യയോട്. അപ്പോഴും ആദ്യയുടെ മുഖത്ത് ഭയങ്കര സങ്കടം. എന്തു പറ്റി മോനെന്ന് ചോദിച്ചു. അത് അമ്മ എന്നും പറഞ്ഞു ആദ്യം ഇങ്ങനെ നിൽക്കും. അപ്പോഴത്തേക്കും ശ്രുതിയുടെ കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി. അല്ല ആൻറ്റി. അമ്മയോ? ആൻറ്റിയോ? നിനക്ക് എന്താടാ പറ്റിയേ എന്നിങ്ങനെ അവർ ആദ്യയോട് ചോദിക്കും കേട്ടോ. ഇവനെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രേവതി അന്നേരം ചോദിച്ചു. അപ്പം നേരത്തെ ഇവൻ പറഞ്ഞിരുന്നു എന്ന് ഈ കൊച്ചു പറഞ്ഞു കാണുന്ന കാര്യം അവിടെ വന്നവരും പറയുക. മൊത്തത്തിൽ കള്ളത്തരം പൊളിയാനുള്ള സാഹചര്യമായി. സച്ചിങ്ങളെ ഞാനിപ്പോൾ വരാവേ എന്ന് പറഞ്ഞ് ആദ്യം അകത്തേക്ക് കയറി ഓടുമ്പം അത് നീ ഇത് എവിടെ പോ കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞു വിമലാൻറ്റി അതിനെ പിടിച്ചു വെച്ചു. അപ്പോൾ ഇപ്പോൾ വേണ്ട എന്നും പറഞ്ഞ് കൊച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. എന്താ എന്ന് രേവതി അന്നേരം ചോദിച്ചു സച്ചിയോട്. എന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ നിൽക്കുക. അയ്യോ എല്ലാവർക്കും സംശയം തോന്നി കാണും എൻ്റെ ദൈവമേ. മോൻ അങ്ങനെയാണെങ്കിൽ സത്യം എല്ലാവരോടും ആദ്യം തന്നെ വിളിച്ച് പറയുമല്ലോ എന്ന് പറഞ്ഞ് ശ്രുതി ഇരിക്കുന്നു. എന്താ മോൻ ഇത് കേക്ക് കട്ട് ചെയ്യണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. ഒരു മിനിറ്റേ മോനിങ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിമല ആൻറ്റി കൊച്ചിനെയും വിളിച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ ഇവരെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോഴത്തേക്കും പുറത്തിറക്കി കൊണ്ടുപോയി അമ്മമ്മ കൊച്ചിനോട് അമ്മ പറഞ്ഞതൊക്കെ നീ മറന്നു പോയോ എന്ന് ചോദിക്കാം. നീ എന്തൊക്കെയാ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അവരങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് സച്ചി വന്ന് പറയുമ്പോഴത്തേക്കും പേടിച്ച് വിറച്ച് വിമല ആൻറ്റി നോക്കും. അപ്പോഴത്തേക്കും ശ്രുതി വീടിൻ്റെ പുറകോശത്തോടെ വന്നു ഇവർ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ വന്നത് ഇവർ പറയുന്നത് കേൾക്കുക. അല്ല സച്ചിമോൻ എന്താ പറഞ്ഞു വരുന്നേ എന്ന് അമ്മ ചോദിച്ചു. കേക്ക് കട്ട് ചെയ്യാൻ നോക്കുമ്പം ഇവൻ്റെ ആൻറ്റി ഓർമ്മ വന്നു, അതുകൊണ്ടാണെന്ന് ഇങ്ങനെ പറയും കേട്ടോ നമ്മുടെ സച്ചി. ആദിക്ക് അമ്മയില്ല, പിന്നെ ഇവൻ്റെ ആൻറ്റി അമ്മയെപ്പോലെയാണല്ലോ, അതുകൊണ്ടാണ് അമ്മ ആൻറ്റി എന്നൊക്കെ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് രേവതിയും സച്ചിയും കൂടി ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പാവം ആദിക്ക് നല്ല വിഷമമുണ്ടല്ലേ.
അല്ല അവർക്ക് ദുബായിൽ തന്നെ ജോലി ചെയ്യണോ? ഇവിടെ നല്ല ജോലിയൊന്നും കിട്ടത്തില്ലേന്ന് ചോദിച്ചു സച്ചി. ഇവിടെ വന്ന് നിങ്ങൾക്കൊപ്പം നിൽക്കാൻ പറയുമ്പം അത് പിന്നെ മോനെ അവള് എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിമലാൻറ്റി നിങ്ങൾ അവളെ വിളിക്കേ, ഞങ്ങൾ സംസാരിക്കാം അവളോട് എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക. അത് പിന്നെ ഇപ്പം ജോലി സ്ഥലത്തായിരിക്കും, വിളിച്ചാൽ ചിലപ്പോൾ എടുക്കില്ല, അവൾ വന്നോളും, വരും. അപ്പം എനിക്ക് തോന്നുന്നില്ല അവൾ വരും എന്ന്. ആദ്യം ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലായപ്പോൾ പോലും അവൾ വന്നില്ലായിരുന്നല്ലോ. ഇത് വരും എന്നും പറഞ്ഞ് ചുമ്മാ പറ്റിക്കുന്നതാന്ന് പറഞ്ഞു. പാൻറ്റി പറഞ്ഞാൽ അവൾ കേൾക്കില്ല, നിങ്ങൾ ഫോൺ വിളിച്ചതാ, ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം അവളെ എന്നൊക്കെ ഇങ്ങനെ സച്ചി അന്നേരം പറയുക കേട്ടോ. ഇത് കേട്ടപ്പോൾ നിങ്ങൾ വന്നേ നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്നും പറഞ്ഞ് വിമലാൻറ്റി പോകാൻ നോക്കുമ്പോൾ വിമലാൻറ്റി അവിടെ നിൽക്കാൻ പറഞ്ഞു. ആദ്യക്ക് നല്ല വിഷമമുണ്ട്, അത് ആൻറ്റി എന്താ മനസ്സിലാക്കാത്തത്, അവളെ വിളിച്ചിപ്പോൾ സംസാരിച്ചേ പറ്റത്തുള്ളൂ, അല്ലാണ്ട് ഒരു കാര്യവും നടക്കില്ല എന്ന് പറഞ്ഞു കേട്ടോ സച്ചി. അപ്പോൾ ആൻറ്റി അവളെ വിളിച്ചിട്ട് ഫോൺ താ, ഞങ്ങൾ സംസാരിക്കാം അവളോട്. അപ്പോൾ വരില്ല രേവതി, ആര് വിളിച്ചാലും ആര് സംസാരിച്ചാലും അവൾ വരില്ല എന്ന് വിമലാൻറ്റി പറയുമ്പം എന്തുകൊണ്ട് വരില്ല എന്ന് ചോദിച്ചു. അത് അവൾക്ക് ഇവിടേക്ക് വരുന്നത് ഇഷ്ടമല്ല എന്ന കാര്യം വിമലാൻറ്റി അന്നേരം പറയാം. ഇഷ്ടമല്ലെന്നോ? അതെന്താ? അമ്മയും ഏട്ടൻ്റെ മോനെയും കാണണമെന്ന് അവൾക്ക് തോന്നുന്നില്ലേ എന്ന് ചോദിക്കുമ്പം അത് പിന്നെ അവൾ വരില്ല എന്ന് തന്നെ വിമലാൻറ്റി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അന്നേരം മോനെ അത് ഇവൻ അവളുടെ ഏട്ടൻ്റെ മോനല്ല എന്ന് വിമലാൻറ്റി പറയും. അപ്പോഴത്തേക്കും ശ്രുതി ഇവൻ അവളുടെ മകൻ തന്നെയാണെന്ന കാര്യം വിമലാൻറ്റി പറയുമോ. ഇത് കേട്ടപ്പോഴേക്കും നടുങ്ങി വേറെ ശ്രുതി ഇങ്ങനെ നിൽക്കുക. ശ്രുതിയുടെ മോനാണ് ആദ്യം എന്നുള്ളത് ശ്രുതിയുടെ അമ്മ തന്നെ അവരോട് വിളിച്ചു പറഞ്ഞു. കിടക്കുന്നു ചട്ടിയും കലവും നിലത്ത്, അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ശ്രുതി എൻ്റെ ദൈവമേ എല്ലാം തോലച്ചല്ലോ എന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കുന്നിടത്ത് നമ്മുടെ കഥ അവസാനിച്ചു. എന്തായാലും ശ്രുതിക്ക് ഇനി ഇപ്പോൾ അധിക കാലമൊന്നും പിടിച്ച് നിൽക്കാൻ പറ്റില്ല. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. എന്തായാലും പിടിക്കപ്പെടാൻ ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തായാലും ശ്രുതിയുടെ വിധി എഴുതി കഴിഞ്ഞു ശ്രുതിയുടെ അമ്മ. അങ്ങനെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഇന്നത്തെ കഥയിലുണ്ടായിരുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്താണ്. ടാറ്റാ.